2014 ജൂൺ 6-നാണ് പ്രായത്തിൽ തന്നേക്കാൾ 10 വയസ്സ് മൂത്ത ഹസിൻ ജഹാനെ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി വിവാഹം കഴിച്ചത്. 2012-ലെ IPL കാലത്താണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. ഈ പരിചയം പ്രണയമായി വളർന്നു. ഒടുവിൽ ഇരുവരും വിവാഹിതരായി. ഷമിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ വിവാഹിതയായിരുന്നു ഹസിൻ ജഹാൻ. ബംഗാളിൽ വ്യാപാരിയായ ഷെയ്ഖ് സൈഫുദ്ദീൻ ആയിരുന്നു ആദ്യ ഭർത്താവ്. ആ ബന്ധത്തിൽ 2 പെൺമക്കളുമുണ്ട്. 2018-ലാണ് ഇരുവരുടെയും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. 2018 മാർച്ച് 7-ന് ഷമിക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ ഹസിൻ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടു. ഇതിനു പിന്നാലെ ഷമിക്കും കുടുംബത്തിനുമെതിരെ ഗാർഹിക പീഡനം ആരോപിച്ച് അവർ പോലീസിലും പരാതി നൽകി. തുടർന്ന് താരത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗാർഹിക പീഡനം, വിശ്വാസവഞ്ചന കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത്. ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്കിടെ ഷമിക്കെതിരെ കോഴ ആരോപണവും ഹസിൻ ഉന്നയിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ ഷമി വിവാഹം കഴിച്ചതായും ആരോപണമുയർത്തി. തനിക്കും കുഞ്ഞിനും പ്രതിമാസം 7 ലക്ഷം രൂപ വീതം ഷമി ചിലവിന് നൽകണമെന്നാവശ്യപ്പെട്ട് ഹസിൻ ജഹാൻ കോടതിയെ സമീപിച്ചു. ഹർജി സ്വീകരിച്ച കോടതി 80,000 രൂപ മക്കൾക്ക് നൽകാൻ ഉത്തരവിട്ടു. ഇതിനിടെ ഉത്തർപ്രദേശിലെ അംറോഹയിലെ ഷമിയുടെ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയതിന് ഹസിൻ ജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തതും വാർത്തയായി. പിന്നീട് വ്യക്തിജീവിതത്തെക്കുറിച്ച് ഷമി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടലോടെയാണ് ക്രിക്കറ്റ് ലോകം കേട്ടത്. കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ജീവൻ ഒടുക്കുന്നതിനെ പറ്റി 3 തവണ ചിന്തിച്ചതായാണ് ഷമി വെളിപ്പെടുത്തിയത്. 2018-ൽ ജീവിതത്തിൽ സംഭവിച്ച ചില പാകപ്പിഴയുടെ പേരിൽ ജീവിതം തകർന്നു. ഇതോടെയാണ് ആത്മഹത്യയിൽ അഭയം തേടുന്നതിനെ കുറിച്ച് ചിന്തിച്ചത്. സഹതാരം രോഹിത് ശർമ്മയുമായുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റിലായിരുന്നു ഷമിയുടെ ഏറ്റുപറച്ചിൽ. താൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കുമെന്ന ഭയത്താൽ അക്കാലത്ത് സുഹൃത്തുക്കൾ 24 മണിക്കൂറും തനിക്ക് കാവലുണ്ടായിരുന്നെന്നും ഷമി പറഞ്ഞിരുന്നു. കുടുംബവും സുഹൃത്തുക്കളും നൽകിയ ഉറച്ച പിന്തുണയാണ് എന്നെ രക്ഷിച്ചതെന്നും ഷമി വെളിപ്പെടുത്തി. ഷമിയുടെ ഏറ്റുപറച്ചിലിന് താരത്തിനൊപ്പമുള്ള ചൂടൻ ചിത്രങ്ങൾ പുറത്തുവിട്ടാണ് ഹസിൻ ജഹാൻ മറുപടി നൽകിയത്. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു ഷമിക്കൊപ്പമുള്ള നഗ്നചിത്രം ഹസിൻ ജഹാൻ പുറത്തുവിട്ടത്. ഒപ്പം ഒരു ലഘു കുറിപ്പും ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നുമല്ലാതിരുന്ന കാലത്ത് ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധയും സൽസ്വഭാവിയുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ ആയപ്പോൾ ഞാൻ അശുദ്ധയായി. കള്ളത്തരത്തിന്റെ മറ കൊണ്ട് സത്യത്തെ മൂടി വെക്കാനാകില്ല. മുതലക്കണ്ണീർ മാത്രമേ എപ്പോഴും ബാക്കിയാകൂ, ഹസിൻ ജഹാൻ കുറിച്ചു. ഒരു അഭിമുഖത്തിൽ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഷമിക്കെതിരെ ഹസിൻ ജഹാൻ ഉയർത്തിയത്. എന്നെ വിവാഹം ചെയ്യാനെടുത്ത തീരുമാനം തിടുക്കത്തിലെടുത്തതായി പലപ്പോഴും ഷമിക്ക് തോന്നിയിരുന്നു. ഇതേ തുടർന്ന് ഷമി ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയിരുന്നു. ലൈംഗിക തൊഴിലാളികളെയും നിരവധി പെൺകുട്ടികളെയും ഷമി ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. താരത്തിനെതിരെ ഒത്തുകളി വിവാദവും ഹസിൻ ജഹാൻ ഉയർത്തി. ഇംഗ്ലണ്ടിലെ പ്രമുഖനായ വ്യവസായിയുടെ നിർബന്ധത്തിന് വഴങ്ങി പാകിസ്ഥാൻ സ്വദേശിനിയിൽ നിന്നും വൻ തുക കൈപ്പറ്റിയതായും ഹസിൻ ജഹാൻ ആരോപിച്ചു. മുഹമ്മദ് ഷമിക്ക് തന്നെ വഞ്ചിക്കാമെങ്കിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും കഴിയുമെന്നും ഹസിൻ ജഹാൻ ആരോപിച്ചു. എന്റെ മോഡലിംഗ് കരിയർ, ജോലി എല്ലാം ഞാൻ ഉപേക്ഷിച്ചത് ഷമിക്ക് വേണ്ടിയാണ്. എന്റെ വീട്ടുകാരെ പോലും ഞാൻ ഉപേക്ഷിച്ചത് അയാൾക്ക് വേണ്ടിയാണ്. എന്നാൽ അയാൾ എന്നോട് നീതി കാണിച്ചില്ല, അഭിമുഖത്തിൽ ഹസിൻ ജഹാൻ പറഞ്ഞു. എന്നാൽ ഹസിൻ ജഹാന്റെ മാനസിക നില തകർന്നുവെന്നും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നുമായിരുന്നു ഷമിയുടെ പ്രതികരണം.